അളിയ തുറക്കളിയാ പ്ലീസ്. അളിയന്റെ മോളാ വിളിക്കുന്നേ. തുറക്കളിയാ പ്ലീസ്. അളിയാ അളിയാ എണ്ണീക്കളിയാ, ഇനി വിഷമിച്ച് കിടക്കല്ലേ. അളിയ എണ്ണീക്ക്, ഞാൻ കാല് പിടിക്കാം. കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ ഇഷ്ടമല്ലാത്ത ആളല്ലേ. അത് ഞാൻ ആ ഫ്ലോയില് പറഞ്ഞല്ലേ അളിയാ. വാ ഫാറൂസേ, എന്റെ മനസ്സിലെ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ നല്ല ടൈം എടുക്കും. അളിയൻ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് എന്നെ വേദനിപ്പിക്കല്ലേ. വാ അളിയ വാ. സിദ്ധു മോനെ, ഇങ്ങോട്ട് എണീറ്റ് വാ മോനെ, വാ. അളിയ എനിക്കൊരു കാര്യം പറയാനുണ്ട്, വാ വാ. അളിയൻ അവിടെ നിക്കി. ആറിന് എന്താ പറയാനുള്ളത്? പെട്ടെന്ന് പറ, എനിക്ക് ചെന്ന് കിടക്കണം. കിടക്കണമെങ്കിൽ കുഴിപ്പടത്തെങ്ങാനും പോയി കിടക്കും. ഇവിടെ നിന്നെ കിടക്കണേ. ചേച്ചി ഒന്ന് മിണ്ടായി ചേച്ചി. പാറുവിന് എന്താ പറയാനുള്ള പറഞ്ഞു? അളിയാ, ഈ ചുറ്റുപാടുള്ള എല്ലാവർക്കും എന്നെ ഇഷ്ടം, സ്കൂളിലുള്ളവർക്കും എന്നെ ഇഷ്ടം. എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. എന്റെ പേര് കേട്ടാലേ എല്ലാവർക്കും ഭയങ്കര വൈബാ. അളിയാ, അളിയ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? പറ അളിയാ, എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ സ്നേഹിക്കണേ? ഗൗരി, കൊച്ചു കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇങ്ങനെ കളിയാക്കല്ലേ ഏട്ടാ. അമ്മായി അവിടെ മിണ്ടേ. ഓ, അളിയൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട. അളിയന്റെ അടുത്ത് ഞാൻ വഴക്കിട്ടേന് സോറി. ഞാൻ ഒരു കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പിണങ്ങും. അളിയാ സോറി. ഓക്കെ, എനിക്ക് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ അളിയാ, അളിയൻ ഇത്തിരി നേരം പോയി കിടക്ക്. അപ്പൊ അളിയന്റെ മൂഡ് സെറ്റ് ആവും. അളിയന്റെ മൂഡ് ഇപ്പൊ ശരിയല്ല. വാ അളിയാ വാ. എന്റെ പൊന്നു കൊച്ചേ, ഞാൻ മര്യാദക്ക് അവിടെ കിടക്കുമല്ലായിരുന്നു. എന്നാലും പാറു, നീ ഞാൻ ചങ്കത്ത് കൊണ്ടു നടന്നല്ലേ അടി നിന്നെ. അളിയ കരയല്ലേ ചേച്ചി, കരയല്ലെന്ന് പറ. അളിയ കരയല്ലേ അളിയ, അമ്മ പറ, കരയല്ലേ പറ. ലച്ചു കരയില്ലെന്ന് പറ ലച്ചു. മോനെ കരയല്ലേ. അളിയ കരയല്ലേ, അളിയ കരയല്ലേ അളിയ. സിദ്ധു കരയില്ല. സിദ്ധു സിദ്ധു ദേ അവള് ശരിക്കും കരുതി കേട്ടാ. ചക്കര കരഞ്ഞാ? നീ എന്തിനാ കരഞ്ഞേ? ഞാൻ കരഞ്ഞില്ലല്ലോ. എന്താണീ കരഞ്ഞേ? എന്തിനാണീ കരഞ്ഞേ? ചക്കര ശരിക്കും